ചായം കടിയൊന്നുമില്ലേ? ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ പോലെ സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, വെട്ടിയരിഞ്ഞ് തരട്ടെ. ഡ്രാമാർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തവളുടെ അഭിനയം. കഴിഞ്ഞ മീറ്റിംഗിന് എന്റെ വീട്ടിൽ വെച്ചേ സുഖം കിട്ടിയില്ലെന്ന് പറഞ്ഞ ആ പാത്രം എടുത്തിന്റെ തലക്കടിച്ച് തന്നവരാ. എടുത്തു കഴിച്ചില്ലെങ്കിൽ ഇനി അപ്പച്ചട്ടിക്ക് വെച്ചടിച്ച്. മാന്യ സദസ്സിന് വിനീതമായ കൂപ്പുകൾ. പദ്യകാരാണ് ഇതെന്താ ഉപജില്ലാ കലോത്സവം? എന്റെ പണി തുടച്ചൊക്കെ ആ കൂടി 4 പേരുള്ളൂ. അതിനെന്തോ ഇനി സ്വാഗത പ്രസംഗം കുന്തോക്കെ. രാധാമണിയൊക്കെ മോള് പ്രസവിച്ച് കിടക്കുന്ന. പിന്നെ നാളെ വിഷുവാ. ഫ്രൂട്ട്സ് എല്ലാം എടുത്തങ്ങ് ഒതുക്കുന്നു. സാധാരണ ഞാൻ പറഞ്ഞാലോ? ടെസ്റ്റ് എന്റെ പേരെങ്കിലും പറയാൻ അറിയാവോ? പിന്നെന്താ, ചെയ്തല്ലയോ? എന്റെ പൊന്നു രാധാമണിയൊക്കെ ശ്രുത. സ്വാഗതം ഞാൻ തന്നെ പറഞ്ഞോളാം. ഡിയർ സ്ത്രീധനധനം കുടുംബശ്രീ അംഗങ്ങളെ, കുടുംബശ്രീ അംഗങ്ങളെ, അംഗങ്ങളെ. എടി മാളു, ആ സുനിലിന്റെ മോളാണ് ഒളിച്ചോടിയത്. അയ്യ, ഇപ്പൊ നിനക്കൊന്നും ചെടിക്ക് ഒരു ഗുരുവില്ലല്ലോ. അവിഹിതം കേൾക്കാൻ എന്തോ ഒരു താല്പര്യമാ. ഇവിടെ അടുത്ത് തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് നിനക്കൊന്നും ഈ ആവേശം ഇല്ലായിരുന്നല്ലോ. കൈ മാറ്റി കണ്ണിക്കൊണ്ടായിരുന്നു. ഇന്നത്തെ മുഖ്യ അജണ്ട ഇതുവരെയുള്ള കണക്കുകളുടെ പിഴയാണ്. ഓഹോ, അപ്പൊ ഇതുവരെ സത്യസന്ധമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ച ഞാൻ പിഴ. അതൊരു സത്യം. ബട്ട് തുളസിയൊക്കെ പറഞ്ഞത് കണക്കിലെ പിഴ. ആരാടി പിഴ? നീ ആടി പിഴ? നിന്റെ അപ്പൂപ്പനാടി പിഴ? ഇനി നിന്റെ ഒന്നും ഉടായിപ്പൂടെ നടക്കത്തില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. രജിസ്റ്റർ ബുക്ക് വാങ്ങിയ ചിലവ് 500 രൂപ. അതെന്തോന്ന് ബുക്ക്? സ്വർണം കെട്ടിയ ബുക്കോ? അത് രജിസ്റ്റർ ബുക്ക് ഇവിടെ കിട്ടിയില്ല, കരുനാഗപ്പള്ളിന്നാ വാങ്ങിച്ചത്. അതെന്തോന്ന്? നീ കരുനാഗപ്പള്ളി ഫ്ലൈറ്റും പിടിച്ചാ പോയത്? അത് ഓട്ടോക്കൂലി വിത്ത് 2 ബിരിയാണി. ഇപ്പൊ കറക്റ്റ്. കുടുംബ സഹായ നിധിയിലേക്ക് പിരിച്ചത് 5000 രൂപ, കൊടുത്തത് 2500. ബാക്കി 2500 എവിടെ? അത് ഈ കുടുംബസഹായ ഫണ്ട് പിരിക്കുന്നായിരുന്നു എന്റെ മോടെ സ്കൂൾ ഫീസ്. കുടുംബസഹായം അല്ലേ, അപ്പൊ എന്റെ കുടുംബത്തെ സഹായിച്ചാലും മതിയല്ലോ. എന്റെ പൊന്നു തുളസൊക്കെ ആകെ മൊത്തം 90% കാശും പോയേക്കുന്നത് ഈ കാവർക്കിട വീട്ടിലേക്കാ. അതുകൊണ്ട് ഈ കണക്ക് പറിച്ചിൽ നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് നിർത്താം, എന്നിട്ട് ഇവിടെ പിടിച്ചിരിക്കാം. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നു, അവൾ അതുകൊണ്ട് ജീവിക്കും. നമുക്ക് ഈ കണക്ക് പറിച്ചിൽ ഇവിടെ വെച്ച് നിർത്താം. ഈ കണക്കുകളെല്ലാം എന്നോട് കൂടി മണ്ഡലിയട്ടെ. നമുക്ക് പുതിയ ലോൺ എടുത്താലോ? ചേച്ചി, അല്ലെങ്കിൽ ലോൺ വേണ്ട. രാജി ചികിത്സാ സഹായ ഫണ്ട് ഉദാരമായി സംഭാവന ചെയ്യുക.